ഹായ്, മഴക്കാലമൊക്കെയായി. രാത്രിയിൽ എത്ര പേര് നിങ്ങളിങ്ങനെ വീട്ടിൽ ചെയ്യാറുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു, കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഞാൻ ആദ്യം ഇത് ഇവിടെ എല്ലാം ഒന്ന് തൂത്തിടും കേട്ടോ. കുറച്ച് പണികളുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി ഇട്ടിട്ട് ബാക്കി കാര്യം പറയാം. എന്നിട്ട് ഹാളൊക്കെ കിടക്കുന്നതിന് മുന്നേ നല്ല പോലെ ഒന്ന് തുടച്ചിടണം. മെയിൻ പണി ഞാൻ പരിക്കാവെല്ലാം തൂത്തു തുടച്ചു. ഇനിയത്തെ പണി എന്നാന്ന് ചോദിച്ചാലാണ് കഥയൊക്കെ അടച്ച ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാൻ അനുവദിക്കില്ല. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട. ലൈറ്റ് വെളിയിലത്തെ ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് കേട്ടോ. ഇനി ആർക്കും ഈ മുറിയിലൊന്നും പ്രവേശനമില്ല. ഇനിയാണ് പണി. ഇനി തുണിയെല്ലാം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിടും. കാരണം മഴക്കാലമായതുകൊണ്ട് ഉണങ്ങാൻ ഒരു മാർഗവും ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അഴയൊന്നും കെട്ടാനും മാർഗമില്ല. അഴ കെട്ടി എണ്ണ ഇന്ന് നീറ്റുണ്ടോ, അഴ പിന്നെ അവിടെ അങ്ങോട്ട് കിടക്കും. പിന്നെ അത് അഴിച്ച് കളയല്ല. പിന്നെ ഇങ്ങനെ തലയിൽ ഒക്കെ ഇട്ട് അടിച്ച് തുണി അടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടക്കും കേട്ടോ. പല പ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട്. ഇവിടെ കുഞ്ഞിക്കാടെ അവനല്ലേ തുണിയൊന്നും അധികം ഉണങ്ങാൻ ഏറ്റവും കൂടുതൽ പാട് കുഞ്ഞിക്കാടെയാണ്. അപ്പം തുണികളൊക്കെ ഇങ്ങനെ ഇട്ട് അപ്പം നിങ്ങളൊക്കെ എന്തിനാ തറയൊക്കെ തുടച്ചിട്ടാണ്. തറയൊക്കെ തുടച്ചിട്ടതിന് കാരണമുണ്ട്. കാരണം ഈ തികയാത്ത തുണികളൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഉടുപ്പുകളൊക്കെ ഞാൻ ചെറിയ ചെറിയ തുണികളൊക്കെ ഇങ്ങനെയില്ല. ഈ അടങ്ങാത്ത തുണികളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു. ഇതാണ് മെയിൻ പണി. കുഞ്ഞിൻ്റെ തുണിയൊക്കെ നമുക്ക് നിലത്തിടാനൊന്നും പറ്റുന്നില്ല. കുഞ്ഞിൻ്റെ തുണി നിലത്തിടുന്നില്ല. ഞങ്ങളുടെയൊക്കെ തുണികൾ ഇങ്ങനെ അത്യാവശ്യം ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഇതാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ അത്യാവശ്യമാണ്. എല്ലാവരും ജോലിക്ക് പോകുന്നവരല്ലേ, അപ്പോൾ ആരുമില്ല. വീട്ടിലിരുന്ന് വെയിൽ നോക്കിയൊക്കെ നമുക്ക് ഇടാനോ എടുക്കാനോ ഒന്നും സമയമില്ല. അതുകൊണ്ട് കിട്ടണ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ തുണിയൊക്കെ ഉണക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. ബൈ ബൈ.